മനസ്സിൽ ഉണരും ആയിരം വസന്തം, മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ, നിൻ ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 12-ാം വാക്യം. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല,
നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം അബ്രഹാമിൻ്റെ കൂടാരവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. നാം ആ വിഷയം ചിന്തിച്ചു വരികയാണ്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കൂടാരവാതിൽക്കൽ 3 പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു. അബ്രഹാം ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു, വളരെ ആദരവോടെ അവരെ കൈക്കൊള്ളുകയും വിനയപൂർവ്വം അവരെ സൽക്കരിക്കുകയും ചെയ്തു. കർത്താവായ യേശുവും 2 മാലാഖമാരും കൂടെ തൻ്റെ കൂടാരവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട മഹാത്ഭുതം അബ്രഹാം അതിസന്തോഷത്തോടെ നന്ദിയോടെ കാണുകയായിരുന്നു. അബ്രഹാം സമർപ്പിച്ച സമർപ്പണങ്ങളെല്ലാം ദൈവം കൈക്കൊണ്ടു. അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായ ആ നന്ദിയുടെ സമർപ്പണങ്ങൾ കർത്താവ് സ്വീകരിച്ചു, കർത്താവ് അംഗീകരിച്ചു. കർത്താവ് സന്തോഷത്തോടെ അബ്രഹാമിനോട് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന കാര്യം അരുളി ചെയ്യുകയാണ്. അതാണ് നാം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവം അബ്രഹാമിന് 75-ാമത്തെ വയസ്സിൽ കൊടുത്ത വാഗ്ദത്തം ഇപ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ അബ്രഹാമിന് വാഗ്ദത്തം നിറവേറ്റി കൊടുക്കുന്ന സംഭവം വ്യക്തമായി അരുളി ചെയ്യുകയാണ്. അബ്രഹാം സന്തോഷത്തോടെ കേട്ടു. അബ്രഹാം അത് വിനയത്തോടെ കേട്ടു. വളരെ താഴ്മയോടെ അനുസരണഭാവത്തോടെ അബ്രഹാം നിന്നു. ദൈവത്തിൻ്റെ പരമശക്തിയിലുള്ളതായ വിശ്വാസത്തോടെ അബ്രഹാം നിന്നു. ഇതിന് മുൻപൊരിക്കൽ ഇതേ വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ചപ്പോൾ ദൈവത്തമ്പുരാനോട് അബ്രഹാം സംശയത്തോടൊരു വാക്ക് പറഞ്ഞത് 17-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവസന്നിധിയിൽ ഇപ്രകാരം പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് ദൈവം അരുളി ചെയ്തു. അത് 17-ാം അധ്യായം 16-ാം വാക്യം മുതലാണ്. 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ഉറപ്പിച്ച് കൊടുക്കുകയാണ്. നിൻ്റെ ഭാര്യ സാറ പ്രസവിക്കും, അങ്ങനെ നിങ്ങൾക്കൊരു മകനുണ്ടാകും. അവൻ മൂലം ഭൂമിയിലെ ജാതികൾ അനുഗ്രഹിക്കപ്പെടും. 12-ാം അധ്യായത്തിൽ കൊടുത്തതായ 75-ാമത്തെ വയസ്സിൽ ലഭിച്ചതായ വാഗ്ദത്തം ദൈവം ഉറപ്പിച്ച് കൊടുക്കുകയാണ്. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. 17-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. അബ്രഹാം അത് പരിഹാസത്തോടെയുള്ള ചിരിയല്ല, അവിശ്വാസത്തിൻ്റെ ചിരിയുമല്ല. അബ്രഹാമിൻ്റെ നന്ദിയുടെ ആഹ്ലാദത്തിൻ്റെ ചിരിയാണ്. ദൈവം കൽപ്പിച്ചത് നിവർത്തിക്കുമെന്ന് അബ്രഹാമിന് അറിയാം. ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് അബ്രഹാമിന് അറിയാം. അനുഭവങ്ങൾ അങ്ങനെ അബ്രഹാമിന് പഠിപ്പിച്ചിട്ടുണ്ട്. അബ്രഹാം ഇവിടെ കവിണ്ണ് വീണ് ചിരിച്ചത് നന്ദിയുടെ, സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ചിരിയാണ്. അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. 17-ാം വാക്യം. അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് ഹൃദയത്തിൽ പറയുകയാണ്. എന്താണ് കർത്താവ് ഈ പറയുന്നത്? 100 വയസ്സുള്ള എനിക്കൊരു മകൻ ഉണ്ടാകുമോ? 90 വയസ്സുള്ള എൻ്റെ ഭാര്യ പ്രസവിക്കുമോ? എന്താണ് കർത്താവ് ഈ പറയുന്നത്? അബ്രഹാം പിന്നെ ഇങ്ങനെയും പറയുകയാണ്, വേണ്ട വേണ്ട, എനിക്ക് ആ ഇസ്മായേൽ ജീവനോടുകൂടി ഇരുന്നാൽ മതി. ദാസിയുടെ മകനായ ഇസ്മായേൽ ജീവനോടുകൂടി ഇരുന്നാൽ മതി. അടുത്ത വാക്യം അങ്ങനെയാണ്. 17-ാം അധ്യായം 18-ാം വാക്യം മുതൽ, ഇസ്മായേൽ നിൻ്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം വ്യക്തമായി ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ ദൈവം അരുളി ചെയ്തത്, അല്ല, നിൻ്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവൻ ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും.
എത്ര കൃത്യമായിട്ടാണ് ദൈവം തമ്പുരാൻ ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് 13 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 86-ാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷനായി നിനക്കൊരു മകനുണ്ടാകുമെന്നും അവൻ്റെ പേര് ഇസ്ഹാക്ക് എന്നാകുമെന്നും എല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ട് പിന്നെയും 13 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഈ കൂടാരവാതിക്കൽ ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. സ്വർഗത്തിലെ ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ ആ വാഗ്ദത്തത്തിൽ നിന്ന് കർത്താവ് പിന്നോക്കം മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം എന്തെങ്കിലും വാക്കുകൾ തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ആ വാഗ്ദാന വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. വാഗ്ദത്ത വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കണം. എന്താണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്? നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന് നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മുട്ടിപ്പോയി പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ വചനം ഇങ്ങനെയുണ്ട്. നീ എന്നോട് നേരിട്ട് സംസാരിച്ചതാണ്. നിൻ്റെ വചനത്തിൽ നിന്ന് നീ മാറുകയില്ല. നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നീ എന്നോട് വാക്ക് പറഞ്ഞതാണ്. ഞാൻ പലപ്പോഴും മാറിയവനാണ്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷേ കർത്താവേ, നീ നിൻ്റെ വാക്ക് മാറുന്നവനല്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. എൻ്റെ കർത്താവേ, നീ എനിക്ക് തന്ന വാഗ്ദത്തം നിവർത്തിപ്പാൻ നീ ശക്തനാണ്. അബ്രഹാം നന്ദിപൂർവ്വം ദൈവത്തെ നമസ്കരിച്ചു. കവിണ്ണ് വീണ് ചിരിച്ചു. സന്തോഷം കൊണ്ട് അവിടെ നമസ്കാരം ചെയ്തു. സന്തോഷം കൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. സന്തോഷം കൊണ്ട് ദൈവം മുൻപാകെ അങ്ങ് വീണു. അബ്രഹാം ചിരിച്ചു. സന്തോഷം കൊണ്ടാണ്, നന്ദി കൊണ്ടാണ്. നന്ദിയുടെ സന്തോഷത്തിൻ്റെ സ്തുതിയാണത്. എന്നാൽ ആ ചിരി പോലല്ല ഇവിടെ സാറ ചിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ നാം കാണുന്നത് 12-ാം വാക്യത്തിൽ, ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ളൊരു സംഭവം നാം കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഭർത്താവായ സെഖര്യാവ് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ സെഖര്യാവ് സംശയിച്ചു. സെഖര്യാവ് അവിശ്വസിച്ചു. ദൈവം സെഖര്യാവിന് ശിക്ഷണം കൊടുത്തു. സെഖര്യാവ് പുരോഹിതനാണ്. സെഖര്യാവ് ഉന്നതനായ ഒരു വ്യക്തിയാണ്. സെഖര്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ധന്യ വ്യക്തിയാണ്. പക്ഷേ ആ സെഖര്യാവ് അവിശ്വസിച്ചു പോയി. നാം വായിക്കുന്ന എങ്ങനെയാണ്? 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ലൂക്കോസ് 1:18. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നോളുമല്ലോ എന്ന് പറഞ്ഞു. ഇത് ഞാൻ എങ്ങനെ അറിയും? സെഖര്യാവിനൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ദൂതൻ സംസാരിച്ച വചനം കേട്ടപ്പോൾ സെഖര്യാവ് സംശയിച്ചു. സെഖര്യാവിന് അറിയാം എലിസബത്ത് മച്ചിയാണ് എന്ന്, വയസ്സ് എന്നവളായി എന്ന്, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന്, ആശയ്ക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ സെഖര്യാവ് ചോദിക്കുകയാണ്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൈവം തമ്പുരാൻ പറഞ്ഞു, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അവിശ്വാസം നിനക്ക് വന്നതുകൊണ്ട് നിനക്ക് അതിനുള്ളതായ ശിക്ഷ വരികയാണ്. ഈ സംഭവിക്കുന്ന നേരിട്ട് കണ്ടിട്ടേ നീ ഇനി സംസാരിക്കൂ. നീ മൗനമായിരിക്കും, നീ ഊമനായിരിക്കും. നിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ദൈവത്തോട് അവിശ്വാസത്തോടെ സംസാരിപ്പാൻ നീ ധൈര്യപ്പെട്ടുവല്ലോ. ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കാൻ നീ ധൈര്യപ്പെട്ടുവല്ലോ. ഇനി നീ സംസാരിക്കേണ്ട. നേരിട്ട് കണ്ടിട്ട് നീ മിണ്ടിയാൽ മതി. ഇത് നേരിട്ട് നീ അനുഭവിച്ചിട്ട് നീ മിണ്ടിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അതേ മാലാഖ തന്നെ, ഗബ്രിയേൽ ദൂതൻ തന്നെ
കന്യമാതാവിനെ പ്രത്യക്ഷപ്പെട്ടു. മറിയാവിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയാവിനോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഗബ്രിയേൽ ദൂതൻ വന്ന് കന്യമറിയാവിൻ്റെ അടുക്കൽ വന്ന്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ കന്യമറിയാം അമ്പരന്ന് പോയി. കന്യമറിയാവിന് മനസ്സിലാകുന്നില്ല. പാവം അജ്ഞത കൊണ്ട്, അവിശ്വാസം കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ട് കന്യമറിയാം പറയുകയാണ്. 34 വാക്യം, 1:34, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കാനാണ്? ഞാനൊരു കന്യകയാണ്, പുരുഷ സ്പർശമേൽക്കാത്ത ഒരു കന്യകയാണ് ഞാൻ പുരുഷ സ്പർശമേൽക്കാത്തൊരു സ്ത്രീയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാലാഖ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ എള്ളിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിൻ്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. അജ്ഞത കൊണ്ടാണ് പാവം മറിയാം അങ്ങനെ പറഞ്ഞത്, അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞത്, കാര്യജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ മറിയാം അജ്ഞത കൊണ്ട് പറഞ്ഞെങ്കിൽ സഖരിയാവ് പറഞ്ഞത് അവിശ്വാസം കൊണ്ടാണ്. അവിശ്വാസത്തിന് ശിക്ഷ കിട്ടി, അജ്ഞതയ്ക്ക് ശിക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? അവിശ്വാസത്തിന് ശിക്ഷയുണ്ട്, അജ്ഞതയ്ക്ക് ശിക്ഷയില്ല. അറിയാതെ സംഭവിച്ചു, അറിഞ്ഞില്ല, അറിയാതെയാണ് സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അറിവില്ലായ്മ കൊണ്ട്, കാര്യജ്ഞാനമില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിൽക്കാലത്ത് സെൻറ്റ് പോൾ പ്രസംഗിച്ചത്. സെൻറ്റ് പോൾ പ്രസംഗിച്ചു, അഥേനയിൽ ചെന്ന് പ്രസംഗിച്ചു, ആഥൻസിൽ ചെന്ന് പ്രസംഗിച്ചു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുകയില്ല. അറിവില്ലാതെ പല കാര്യങ്ങളും ചെയ്തു പോയി, അറിവില്ലാതെ പല കാര്യങ്ങളിലും ഇടപെട്ടു പോയി, അറിവില്ലാതെ പലതും സംസാരിച്ചു പോയി, അറിവില്ലാതെ പലതും ചിന്തിച്ചു പോയി, അറിവില്ലാതെ പല പല അപകടങ്ങളിൽ പെട്ടുപോയി. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം സ്നേഹം മാത്രമാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടത് എന്താണ്? അവിടെ അബ്രഹാം നന്ദി കൊണ്ട്, സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു, ആഹ്ലാദം കൊണ്ട് ചിരിച്ചു. എന്നാൽ സാറ ചിരിച്ചത് അങ്ങനെയല്ല. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അബ്രഹാം ചിരിച്ചതുപോലെ തന്നെ ഉള്ളുകൊണ്ട് തന്നെയാണ് സാറായും ചിരിച്ചത്. പക്ഷേ സാറ ചിരിച്ചത് അവിശ്വാസം കൊണ്ടാണ്. കർത്താവ് കാണുകയാണ്, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെയേറെ മർമ്മപ്രധാനമായ ചില ആശയങ്ങൾ കരുണയുള്ള കർത്താവ് ഈ തിരുവചനത്തിൽ നമുക്ക് തരികയാണ്. എന്താണത്? ഇവിടെ സാറായ്ക്ക് ശിക്ഷയില്ല, സാറായെ ദൈവം ശിക്ഷിക്കുന്നില്ല. അവിശ്വാസം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ സാറായ്ക്ക് വചനം കൊടുത്ത് അവളെ ഉറപ്പിക്കുകയാണ്. അതെന്താണ് കാരണം? ദൈവത്തിന് സ്തോത്രം. അതിന് കാരണമുണ്ട്. അവിടെ ഭർത്താവ് ഒരു അബ്രഹാം വിശ്വാസിയായിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അബ്രഹാം വിശ്വാസിയായിട്ടുണ്ട്. വിശ്വാസിയായി ഭർത്താവോട് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഭാര്യയുടെ ഒരു പാകപ്പഴ സ്വർഗത്തിലെ ദൈവം കരുണയോട് ക്ഷമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും പദവി എന്താണ്? അപ്പൻ്റെ പദവി എന്താണ്? ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പദവി എന്താണ്? അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പദവി എന്താണ്? മക്കളുടെ പദവി എന്താണ്? ഒരു കുടുംബത്തിൽ ഒരാൾ വിശ്വാസിയായി നിന്നാൽ മറ്റുള്ളവരുടെ അവിശ്വാസത്തിനൊരു പോക്ക് വഴി കിട്ടും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്ക് ഒരാൾ വിശ്വാസവീരനായി നിൽക്കാമോ? മകളെ, നീ ഒരാൾ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ നിൽക്കാമോ? എന്നാൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ പ്രിയപ്പെട്ടവരുടെ അവിശ്വാസത്തെ ക്ഷമിക്കുകയും അത്ഭുതങ്ങൾ നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും വരുത്തി തരികയും ചെയ്യും. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നാം ഓരോരുത്തരുടെയും
ഗൗരവമേറിയ നിലനിൽപ്പ് അത് ദൈവം ആശയോടെ കാണുകയാണ്. കിട്ടിയ വെളിച്ചത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ? കിട്ടിയ പ്രകാശത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ? അയ്യോ, എൻ്റെ മോൻ ശരിയാകുന്നില്ലല്ലോ, അവൻ നേർവഴിക്ക് വരുന്നില്ലല്ലോ, എൻ്റെ മോൾ വഴിതെറ്റി പോകുന്നല്ലോ, അവരെല്ലാം ഉഴപ്പി ജീവിതം കളയുന്നല്ലോ, മക്കളെല്ലാം ഒരു സുബോധമില്ലാത്തതുപോലെ പെരുമാറുന്നല്ലോ, എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ, ഞാൻ എന്തു വേണ്ടു? നിങ്ങൾ പലരും വിഷമിക്കുന്നവരാണ്, നിങ്ങൾ പലരും ഭാരപ്പെടുന്നവരാണ്. എന്നാൽ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ഭാരപ്പെടുന്നതിന് പകരം നിങ്ങൾ ഒറ്റയ്ക്കൊരാൾ ഉറച്ചു നിൽക്കൂ, ഒറ്റയ്ക്കൊരാൾ ഭാരമെടുക്കാതെ നിൽക്കൂ, ഒറ്റയ്ക്കൊരാൾ ചുമടെടുക്കാതെ നിൽക്കൂ. ചുമടെല്ലാം ഗോകുൽത്തായിലെ കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. നിങ്ങളുടെ ഭാര ചുമടുകളെല്ലാം കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ. അവിടെ നിങ്ങൾ അർപ്പണം ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കൂ. കർത്താവേ, ഈ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നതിന് എൻ്റെ കർത്താവേ, അതിൽ കൂടി നന്മ എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. എന്നെ നീ കഴുകണമേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ, ഇനിയും എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ഭാര്യ വിശ്വാസിയല്ല, എൻ്റെ ദൈവമേ, അതിൽ കൂടി ഞാൻ ഭാര്യയുടെ കുറ്റം കാണുകയല്ല, ഞാൻ എൻ്റെ കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. എനിക്ക് തിരുത്താൻ എന്തുണ്ട് എന്ന് ഞാൻ നോക്കുകയാണ്. കർത്താവേ, ഇനിയും നീ എന്നെ കഴുകണമേ, എൻ്റെ കോപശീലം മാറ്റി തരണമേ, എൻ്റെ വാശിയും പിണക്കവും മാറ്റി തരണമേ, എൻ്റെ വൈരാഗ്യ സ്വഭാവവും മാറ്റി തരണമേ, എൻ്റെ കടുംപിടുത്തവും ദുശാഠ്യവും മാറ്റി തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഇന്നുള്ളതായ ലോകസ്നേഹം മാറ്റി തരണമേ. ഞാൻ ഇനിയും രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ രൂപാന്തരപ്പെടാതെ എൻ്റെ ഭാര്യയിൽ മാറ്റം വരികയില്ല. ഞാൻ രൂപാന്തരപ്പെടാതെ എൻ്റെ ഭർത്താവിൽ സ്വഭാവവ്യതിയാനം വരികയില്ല. കർത്താവേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഞാനൊരാൾ മാറാതെ എൻ്റെ മക്കൾക്ക് ഇനിയും മാറ്റം വരികയില്ല. നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് നിങ്ങൾ ഉപവാസത്തോടിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കാണാം, നിങ്ങൾ ഒരാളിൽ ഊന്നി നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വീര്യം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരാളിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഇടപെടുന്നത്. നിങ്ങൾ ഒരാളിൽ ഊന്നി നിന്നുകൊണ്ട്, ഒരാളിൽ ചവിട്ടിയിറങ്ങി നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരോ കാര്യങ്ങളിൽ കൂടെയും നടത്തിയെടുക്കേണ്ടത് എന്താണ്? എൻ്റെ ശുദ്ധീകരണം. ക്രിസ്തുവിൻ്റെ ആളത്വമായി ഞാൻ മാറുന്നതിന് എന്തെല്ലാം ചെയ്യണം? എവിടെയെല്ലാം മാറ്റം വരുത്തണം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, അവൾ അവിശ്വാസത്തോടെ ചിരിച്ചു. പക്ഷേ ദൈവം അവളെ ശിക്ഷിക്കുന്നില്ല, ദൈവം ക്ഷമിക്കുകയാണ്. അബ്രഹാമിനെ നോക്കുമ്പോൾ എങ്ങനെ സാറായെ ശിക്ഷിക്കാം? ദൈവത്തിന് സ്തോത്രം. ഈ സാറ പ്രസവിച്ചാണ് ഇസ്ഹാക്ക് ജനിക്കേണ്ടത്. ഈ സാറായെ ശിക്ഷിച്ചാൽ ആ ശിക്ഷ പരോക്ഷമായി അബ്രഹാമിൻ്റെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ച അരുളപ്പാട് നിവർത്തിക്കാൻ വയ്യാതെ വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ കാര്യത്തിൻ്റെ ഗൗരവം? ഓർക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനൊരാൾ വിശ്വസ്തനായി നിൽക്കുവാൻ തീരുമാനിക്കും. എന്താണ് ഉണ്ടായത്? ആ ദൈവം നമ്പുരാൻ അത് ഉള്ളം കൊണ്ടാണ് അവൾ ചിരിച്ചതെങ്കിലും ദൈവം അറിഞ്ഞു. ഹൃദയം കൊണ്ട് ചിരിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവം കണ്ടു. എല്ലാം കാണുന്നവൻ, ഉള്ളറിയുന്നവൻ, ഹൃദയത്തിലെ ചിന്തനങ്ങളെ അറിയുന്നവൻ ദൈവം അത് കണ്ടു. ദൈവം പറഞ്ഞു, അല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് സാറാ പറഞ്ഞു. ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് ദൈവം അരുളി ചെയ്തു. ഹൃദയം കാണുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം. ദൈവം നമ്പുരാൻ സാറയോട് പറഞ്ഞു, നീ ചിരിച്ചു. അകത്ത് കൂടാരത്തിനുള്ളിൽ നിന്നാണ് സാറ ചിരിച്ചത്. നേരെ മുൻപിൽ വന്നല്ല ചിരിച്ചത്, നേരെ മുമ്പിൽ വന്നല്ല സാറ സംസാരിക്കുന്നത്. സാറ കൂടാരവാതിൽക്കൽ മറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അവൾ ഉള്ളം കൊണ്ട് സംശയിച്ച് ഒരല്പം പരിഹാസഭാവത്തിൽ ചിരിച്ചത് സ്വർഗത്തിൽ ദൈവം കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അറിഞ്ഞിരിക്കുന്നു. മകനെ, നിന്നോട് പറയട്ടെ, മകളെ, നീ അറിയിക്കട്ടെ, നിൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തനങ്ങളെ സ്വർഗത്തിലെ ദൈവം കാണുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നുവെന്ന്. 7-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്ന്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവം എല്ലാം ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നുവെന്ന്. ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നുവെന്ന്. ഹൃദയം അന്തരംഗത്തെ അറിയുന്നുവെന്ന്.
ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അറിവില്ലാതെ ഒന്നുമില്ല. ഹൃദയത്തിലെ ചിന്തകളെ ദൈവം കാണുന്നു, മനസ്സിലെ ഭാവങ്ങളെ ദൈവം കാണുന്നു, മനസ്സിലെ നിരൂപണങ്ങളെ ദൈവം അറിയുന്നു, നമ്മുടെ ചിന്താഗതികളിൽ വരുന്നതായ മാറ്റങ്ങൾ ദൈവം കാണുന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാം കാണുന്നു. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് വിനയപൂർവ്വം ഞാൻ അറിയിക്കട്ടെ, നിങ്ങളിപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാണുകയാണ്. അവൻ നിങ്ങളുടെ ഹൃദയം കാണുകയാണ്. അവൻ നിങ്ങളുടെ അവസ്ഥ അറിയുകയാണ്. അവന് നിങ്ങളോട് സഹതാപമാണ്. അവന് നിങ്ങളോട് സ്നേഹമാണ്. അവൻ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിൽ കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ദൈവത്തിന് സ്തോത്രം. സ്നേഹമുള്ളവനാണ് ദൈവം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ വന്നുപോയ പാകപ്പിഴകൾ ദൈവം കാണുന്നു. ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുപോയ അവിശ്വാസങ്ങൾ ദൈവം കാണുന്നു. പുറത്തു തരാൻ ദൈവം കരുണയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, നാളിതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ വന്നെങ്കിലും എല്ലാം തൻ്റെ തിരുവിലാവ് പൊട്ടി ഒഴിയ തിരുരക്തത്തിൽ കഴുകിത്തരാൻ അവിടുന്ന് മനസ്സലിവുള്ളവനാണ്. ഏതെല്ലാം പാപങ്ങൾ നിങ്ങൾക്ക് വന്നുവോ, എന്തെല്ലാം അവിശ്വാസ ചിന്തകൾ നിങ്ങൾക്ക് വന്നുവോ, എന്തെല്ലാം അശുദ്ധ വികാരങ്ങൾ നിങ്ങൾക്ക് വന്നുവോ, ഏതെല്ലാം മലിന മോഹങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയോ, ഏതെല്ലാം അഴുക്ക് ചാലുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുവോ, ദൈവവൈതലേ എത്ര നിഷ്ഠൂര പ്രവൃത്തികളിൽ നിങ്ങൾ മുഴുകിയോ, എത്ര കുൽസിത മാർഗങ്ങളെ നിങ്ങൾ അവലംബിച്ചുവോ, എന്തെല്ലാം തെറ്റുകളിൽ നിങ്ങൾ വീണുവോ, എല്ലാം പോക്കി കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് നിങ്ങളെ തൻ്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സാണ്. നിങ്ങൾ അറിയുവീൻ. ആ കരുണാമയനായ യേശുവിനെ ഇപ്പോൾ നിങ്ങൾ വിളിക്കുക. അവനിതാ നിങ്ങളുടെ അരികത്വം നിൽക്കുന്നു. ഹൃദയം കാണുന്ന നിങ്ങളുടെ അരികത്വം നിൽക്കുന്നു. അവനെ വിളിക്കുക. അവനോട് പറയുക, യേശുവേ, എൻ്റെ ഹൃദയം കാണുന്നവനെ, എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നവനെ, എൻ്റെ മനസ്സിലെ ചിന്തകളെ കാണുന്നവനെ, എൻ്റെ വേദനകൾ അറിയുന്നവനെ, എൻ്റെ കണ്ണുനീര് കാണുന്നവനെ, ഇപ്പോൾ നീ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ മേൽ നിൻ്റെ കരമൊന്ന് വെക്കണമേ. നിൻ്റെ തൃക്കരം എൻ്റെ മേൽ വെച്ച് എന്നെ ഒന്ന് ആശീർവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ തൊടണമേ, എന്നെ തലോടണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ മേൽ നിൻ്റെ കൃപയുടെ കരം വെച്ചെന്നെ എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. പ്രാർത്ഥിപ്പീൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ. പുതിയ സമർപ്പണം എടുക്കുവീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗസൗഖ്യം നൽകണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. ശാപദോഷങ്ങൾ മാറ്റണമേ. ബാധകൾ നീക്കം ചെയ്യണമേ. നന്മകളാൽ നിറയ്ക്കണമേ. തിരുവരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.